ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസം 2021 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ 21 ഡേയ്സിൻ്റെ ചാലഞ്ച് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ലോക്സഭ ടി വിയും രാജ്യസഭ ടി വിയും ലയിച്ചതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള പുതിയ ടി വി ഏതാണ്? ആൻസർ സൺസെറ്റ് ടി വി ആണ് കേട്ടോ. ഏതാണ്? സൺസെറ്റ് ടി വി. അടുത്ത ചോദ്യം നോക്കാം. 2021 സെപ്റ്റംബറിൽ നിയമിതനായിട്ടുള്ള ഗുജറാത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഭൂപേന്ദ്ര പട്ടേലാണ് കേട്ടോ. ഭൂപേന്ദ്ര പട്ടേൽ. ഗുജറാത്ത്. രാത്രിയാണ് പലരും കള്ളു കുടിക്കുന്നത്, പട്ട കുടിക്കുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഭൂപേന്ദ്ര പട്ടേൽ. 2021 സെപ്റ്റംബറിൽ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള RN രവി സംസ്ഥാനത്തിലാണ് നിയമിതനായിട്ടുള്ളത്? ഗവർണറാണ് കേട്ടോ. എവിടത്തെയാണ്? തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്ററും കൂടെ ഓർത്ത് വെച്ചോളൂ. ആരാണ്? സ്റ്റാലിൻ ആണ് അല്ലേ, MK സ്റ്റാലിൻ. അടുത്ത ചോദ്യം നോക്കാം. ബഹിരാകാശ ഗവേഷണങ്ങൾക്കായിട്ട് ISROയുമായിട്ട് കരാറിലേർപ്പെട്ട ആദ്യ കമ്പനി ഏതാണ്? സ്കൈ റൂട്ട് ഏജൻസീസ്. ബഹിരാകാശ ഗവേഷണങ്ങൾക്കായിട്ട് ISROയുമായിട്ട് കരാറിലേർപ്പെട്ടുള്ള ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണ് സ്കൈ റൂട്ട് ഏജൻസീസ്. അടുത്ത ചോദ്യം: രാജീവ് ഗാന്ധിയുടെ പേര് നീക്കം ചെയ്ത ഒറാങ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്താണ്? ഒറാങ് നാഷണൽ പാർക്ക്. ആൻസർ ആസാം ആണ്. ഓക്കെ, അപ്പോൾ കണക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉറങ്ങിയൊക്കെ കഴിയുമ്പോൾ, ഒറാങ് നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറങ്ങി കഴിയുമ്പോൾ നമ്മൾ ചായ കുടിക്കും അല്ലേ? അപ്പോൾ ആസാം ടീ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ആസാം ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിൽ ആദ്യമായിട്ട് ദുബായ് ഗോൾഡൻ വിസ ലഭിച്ച പ്രൊഫഷണൽ ഗോൾഫ് താരമാരാണ്? ആൻസർ ജിയു മിൽഖ സിംഗ് ആണ് കേട്ടോ. ജിയു മിൽഖ സിംഗ്. ഓക്കെ, ജിയു മിൽഖ സിംഗ്. 2021 സെപ്റ്റംബറിൽ നിയമിതനായിട്ടുള്ള നാഗാലാൻഡിൻ്റെ ഗവർണർ ആരാണ്? ജഗദീഷ് മുഖിയാണ്. അപ്പോൾ ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പലതരത്തിലുള്ള ഈ നാഗങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോഴല്ലേ നമ്മളത് ഏത് നാഗാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ ജഗദീഷ് മുഖി, മുഖം കാണുമ്പോൾ എന്നുള്ള രീതിയിൽ നാഗങ്ങളുടെ മുഖം കാണുമ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ജഗദീഷ് മുഖി. വിദൂര പ്രദേശങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡ്രോണുകൾ വഴി വാക്സിനുകൾ ലഭ്യമാക്കുന്നതിനായിട്ട് പരീക്ഷണ പറക്കൽ നടപ്പിലാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ് കേട്ടോ. ഏതാണ്? തെലുങ്കാന. നെക്സ്റ്റ് വൺ: 2021 സെപ്റ്റംബറിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരി? എല്ലാവർക്കും അറിയായിരിക്കും, ഡോക്ടർ M ലീലാവതി. 2021 സെപ്റ്റംബറിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരി ആരാണ്? ഡോക്ടർ M ലീലാവതി. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ സാമൂഹ്യ സൂക്ഷ്മ ജലസേചന പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ആൻസർ കരടിപ്പാറയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ കരടിപ്പാറ. അപ്പോൾ എന്താണ് ഈ സൂക്ഷ്മ ജലസേചന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇപ്പോൾ ഓരോ ചെടിക്കും ആവശ്യമുള്ളത്ര, അതിൻ്റെ റൂട്ട്സിന് ആവശ്യമുള്ളത്രയും വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സൂക്ഷ്മ ജലസേചന പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കരടീനെയാണെന്നുള്ള രീതിയിൽ നമുക്ക് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. കരടിപ്പാറയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ കരടിപ്പാറ. സംസ്ഥാനത്തെ ആദ്യ സാമൂഹ്യ സൂക്ഷ്മ ജലസേചന പദ്ധതി നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? കരടിപ്പാറ, പാലക്കാട്. 2022 ബെയ്ജിംഗ് വിന്റർ ഒളിമ്പിക്സിൽ നിന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഔദ്യോഗികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ള രാജ്യം ഉത്തര കൊറിയയാണ് കേട്ടോ. ഉത്തരം പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. 2022 ബെയ്ജിംഗ് വിന്റർ ഒളിമ്പിക്സിൽ നിന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഔദ്യോഗികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലയിപ്പിച്ച് നിലവിൽ വന്നിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ? ആൻസർ 139 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു പോയിന്റ് ഉണ്ട്. അതായത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2021 കേട്ടോ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ 139. അപ്പം ഇതൊക്കെ കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. കാരണം റെയിൽവേ, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെയിൽവേയുടെ നമ്പർ ചോദിക്കുകയാണെങ്കിലും 139, അതുപോലെ തന്നെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ ചോദിക്കുകയാണെങ്കിലും 139. വേൾഡ് 2021 കേസാണ് കേട്ടോ. 2021 139, 2022 136 ആണ്. ഇപ്പോഴത്തെ ചോദിക്കുകയാണെങ്കിൽ 136. ഓക്കെ, ഇനി 2021 ഫസ്റ്റ് പൊസിഷൻ വന്നിട്ടുള്ളത് ആരാണ്? ഫിൻലാൻഡ് ആണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് പൊസിഷൻ വന്നിട്ടുള്ള ഫിൻലാൻഡ് ആണ്. അപ്പോൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഫൈൻ എന്ന് പറയും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഫിൻലാൻഡുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 സെപ്റ്റംബറിൽ വയോജന പരിപാലനത്തിലെ മികച്ച മാതൃകയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ 61ാമത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് നാഗാലാൻഡ് ആണ്. ഇന്ത്യയുടെ 61ാമത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് നാഗാലാൻഡ്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോഴല്ലോ, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടെക്നോ പാർക്കോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കാം.
അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു IT കമ്പനി വരണേക്കാളും മുമ്പ് അവിടെയൊക്കെ ആദ്യം മുമ്പ് കുറേ ഇങ്ങനെ കാട് പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ നാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഇന്ത്യയുടെ 61ാമത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് നാഗാലാൻഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തോടനുബന്ധിച്ച് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, അതായത് NCF രൂപപ്പെടുന്നതിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള 12 അംഗ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ആൻസർ K. കസ്തൂരിരംഗനാണ് കേട്ടോ. K. കസ്തൂരിരംഗൻ. NCF എന്ന് പറഞ്ഞാൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള 12 അംഗ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? K. കസ്തൂരിരംഗൻ. അടുത്ത പോയിന്റ് നോക്കാം. 2021 സെപ്റ്റംബറിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? ആൻസർ ഭഗവത് മാൻ ആണ് കേട്ടോ. ഭഗവത് മാൻ പഞ്ചാബിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഭഗവത് മാൻ. മുമ്പ് ചരൺജിത് സിംഗ് ചന്നി ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 2021 സെപ്റ്റംബറിൽ ഹരിയാന സർക്കാരിന്റെ ജലസംരക്ഷണ പ്രചാരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിതയായിട്ടുള്ള ആരാണ്? ആൻസർ മണിക ഷിയോകാന്ത് ആണ് കേട്ടോ. 2021 സെപ്റ്റംബറിൽ ഹരിയാന സർക്കാരിന്റെ ജലസംരക്ഷണ പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിതയായിട്ടുള്ളത് മണിക ഷിയോകാന്ത്. അപ്പോൾ ജലസംരക്ഷണമൊക്കെയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ മോട്ടർ അടിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മോട്ടറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കറക്റ്റ് ടൈമൊക്കെ സെറ്റ് ചെയ്യില്ലേ, ഒരു കറക്റ്റ് മണി നോക്കിയിട്ടായിരിക്കില്ലേ നമ്മൾ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മണി വെച്ചിട്ടാണ് കേട്ടോ. മണിക ഷിയോകാന്ത് ആണ് ജലസംരക്ഷണ പ്രചാരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ശൈശവ വിവാഹം തടയാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? പൊൻവാക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. ശൈശവ വിവാഹം തടയാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? പൊൻവാക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാക്കിന് ഒരു പൊന്നിൻ്റെ വിലയൊക്കെ ഉണ്ടാവും ശൈശവ വിവാഹമൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? K. ജയകുമാർ ആണ്. എഴുത്തച്ഛൻ എഴുതി കഴിഞ്ഞാൽ എന്തായാലും ജയിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. K. ജയകുമാർ. അടുത്ത ചോദ്യം, GST ഏകീകരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള 7 അംഗ മന്ത്രിതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ബസവരാജ് ബൊമ്മെ. നമ്മുടെ കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആണ് അല്ലേ, ബസവരാജ് ബൊമ്മെ. അപ്പോൾ GST ഏകീകരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള 7 അംഗ മന്ത്രിതല സമിതിയുടെ അധ്യക്ഷനാരാണ്? ബസവരാജ് ബൊമ്മെ. അപ്പം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. അതായത് ഞാൻ പറഞ്ഞ പോലെ കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ കർണാടക എന്ന് പറയുമ്പോൾ നമുക്ക് കാർ ആലോചിക്കാം. ഈ കാറിനകത്തൊക്കെ ഈ ബൊമ്മകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ കാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ബൊമ്മകളൊക്കെ വെക്കാറില്ലേ, അതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ബസവരാജ് ബൊമ്മയാണ് കർണാടകയിലെ ചീഫ് മിനിസ്റ്റർ. അതേപോലെ തന്നെ GST എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, ബസ്സിന് ടാക്സ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ബൊമ്മയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മറക്കണ്ട, ബസവരാജ് ബൊമ്മെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30 വർഷത്തിന് ശേഷം അടുത്തിടെ പൊതുവേദിയിൽ സിനിമാ പ്രദർശനം നടത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? ആൻസർ സൊമാലിയ. അപ്പോൾ സൊമാലിയ പണ്ട് കുറച്ച് എന്താ പറയുക, ഇത്തിരി ദാരിദ്ര്യമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു രാജ്യമായിരുന്നില്ലേ. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി, 30 വർഷത്തിന് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറി പൊതുവേദിയിൽ സിനിമാ പ്രദർശനമൊക്കെ നടത്തി തുടങ്ങി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, സൊമാലിയ. അടുത്ത പോയിന്റ് നോക്കാം. 2021 സെപ്റ്റംബറിൽ ലോകാരോഗ്യ സംഘടനയുടെ അംബാസിഡർ ഫോർ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിംഗ് ആയിട്ട് നിയമിക്കപ്പെട്ടത് ഗോർഡൻ ബ്രൗൺ ആണ് കേട്ടോ. ആരാണ്? ഗോർഡൻ ബ്രൗൺ. 2021 സെപ്റ്റംബറിൽ ലോകാരോഗ്യ സംഘടനയുടെ അംബാസിഡർ ഫോർ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിംഗ് ആയിട്ട് നിയമിക്കപ്പെട്ടത് ഗോർഡൻ ബ്രൗൺ. അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടല്ലോ, ഈ ഫുഡൊക്കെ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല അല്ലേ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഹെൽത്തിന് കുറച്ച് കാശൊക്കെ ഇറക്കേണ്ടി വരും. ഫിനാൻസിങ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അംബാസിഡർ ഫോർ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിംഗ് ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? ഗോർഡൻ ബ്രൗൺ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, 2021 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ്? ആൻസർ ഗുലാബാണ്. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടുള്ള ചുഴലിക്കാറ്റ് 2021 സെപ്റ്റംബറിലാണ് കേട്ടോ. ഏതാണ്? ഗുലാബാണ് കേട്ടോ, ഗുലാബ്. അടുത്ത ചോദ്യം നോക്കാം. മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ആൻസർ ഇന്ദിര നൂയി ആണ് കേട്ടോ. ആരാണ്? ഇന്ദിര നൂയി. മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ, ഇന്ദിര നൂയി. നമ്മൾ ഈ ന്യൂ ഇയറിനൊക്കെ ഒരുപാട് റെസൊല്യൂഷനൊക്കെ എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ന്യൂ ഇയറിനാണ് റെസൊല്യൂഷൻ എടുക്കുക, എൻ്റെ ഫുൾ ലൈഫ്, എൻ്റെ വർക്ക്, എൻ്റെ ഫാമിലി, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂ ഇയർ, അങ്ങനെ നൂയി, ഇന്ദിര നൂയി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യ ഹൈ ആഷ് കോൾ ടു മെത്തനോൾ കൺവേർഷൻ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ഹൈദരാബാദാണ്. ഹൈ ആഷ് കോൾ ടു മെത്തനോൾ ആണ് അല്ലേ, ഹൈ അല്ലേ. അപ്പോൾ ഹൈദരാബാദ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ അല്ലേ, ഫ്യൂമിയോ കിഷിഡ. ജപ്പാൻ പാനിനകത്ത് ചൂടാക്കി കഴിയുമ്പോൾ ഫ്യൂംസ് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു, ഫ്യൂമിയോ കിഷിഡ. നെക്സ്റ്റ് വൺ, 2021 സെപ്റ്റംബറിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ പ്രോഗ്രസ് അവാർഡ് നേടിയിട്ടുള്ളത് ആരാണ്? ഷെയ്ഖ് ഹസീനയാണ് കേട്ടോ, ഷെയ്ഖ് ഹസീന. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ പ്രോഗ്രസ്, നമുക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കും അല്ലേ, അങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ പ്രോഗ്രസ് ആണ് കേട്ടോ അവാർഡ് നേടിയിട്ടുള്ളത് ഷെയ്ഖ് ഹസീന.
അടുത്ത ചോദ്യം, കാർഷിക വിനോദസഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കി കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? അഗ്രി ടൂറിസം ആണ് കേട്ടോ. കാർഷിക വിനോദസഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കി കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? അഗ്രി ടൂറിസം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. 2021 സെപ്റ്റംബറിൽ ഫേസ്ബുക്ക് പോളിസി മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ളത് രാജീവ് അഗർവാൾ ആണ് കേട്ടോ. ആരാണ്? രാജീവ് അഗർവാൾ. ഓർത്തു വച്ചേക്കണേ, ഫേസ്ബുക്ക് പോളിസി മേധാവി രാജീവ് അഗർവാൾ. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ളത് VR ചൗധരിയാണ് കേട്ടോ. ഇന്ത്യൻ വ്യോമസേനയുടെ എയർഫോഴ്സിൻ്റെ പുതിയ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? VR ചൗധരി. എയർഫോഴ്സിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൊക്കെ ഇങ്ങനെ അരി വിതരണം ചെയ്യണതായിട്ടൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ചൗധരിയാണ് VR ചൗധരി. അടുത്ത ചോദ്യം നോക്കാം. ഉമിനീര് പരിശോധനയിലൂടെ ഒരു വ്യക്തിയുടെ ജനിതക ഘടന നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടുപിടിക്കുന്ന കിറ്റ് നിർമ്മിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഏതാണ്? സജീനോമാണ് കേട്ടോ. ഉമിനീര് പരിശോധനയിലൂടെ ഒരു വ്യക്തിയുടെ ജനിതക ഘടന നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടുപിടിക്കുന്ന കിറ്റ് നിർമ്മിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പാണ് സജീനോം. അപ്പോൾ ഉമിനീരൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നോം ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം. സജീനോം കേട്ടോ, സജീനോം. അടുത്ത പോയിന്റ് നോക്കാം. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? നിനവാണ് കേട്ടോ. നിനവ് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്ത. അപ്പം ചിന്തയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയൊക്കെ കുറയും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? നിനവാണ്. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച സാംസ്കാരിക മുന്നേറ്റ പദ്ധതി ഏതാണ്? ആൻസർ സമമാണ് കേട്ടോ. സ്ത്രീ സമത്വമാണ്. അപ്പോൾ സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ചിട്ടുള്ള സാംസ്കാരിക മുന്നേറ്റ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ സമമാണ്. അടുത്ത പോയിന്റ് നോക്കാം. രാജീവ് ഗാന്ധിയുടെ പേരിൽ സയൻസ് സിറ്റി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ രാജീവ് ഗാന്ധി ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. മഹാരാഷ്ട്ര. സയൻസ് സിറ്റി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജന്മദിനമാണ് തമിഴ്നാട് സാമൂഹ്യ നീതി ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചത്? ആൻസർ EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. അടിയന്തര ഘട്ടങ്ങളിൽ വ്യോമസേനയുടെ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടി ദേശീയപാതയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫീൽഡ് നിലവിൽ വന്നിട്ടുള്ളത് രാജസ്ഥാനിലാണ്. എമർജൻസി ലാൻഡിംഗ് ഫീൽഡ്. അപ്പോൾ അവിടെ മരുഭൂമിയൊക്കെ ആയതുകൊണ്ട് തന്നെ എമർജൻസി ലാൻഡിംഗ് ഫീൽഡ് അവിടെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടിയന്തര ഘട്ടങ്ങളിൽ വ്യോമസേനയുടെ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയപാതയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫീൽഡ് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? രാജസ്ഥാനിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2021 സെപ്റ്റംബറിൽ ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ബിറ്റ്കോയിൻ ഔദ്യോഗിക വിനിമയത്തിന് ഉപയോഗിക്കാൻ അംഗീകാരം നൽകിയിട്ടുള്ള ആദ്യ രാജ്യം ഏതാണ്? എൽ സാൽവഡോർ. ബിറ്റ്കോയിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡോറൊക്കെ അടച്ചിട്ടിരിക്കണം അല്ലേ? എൽ സാൽവഡോർ. അടുത്ത പോയിന്റ് നോക്കാം. മുതിർന്നവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വയോരക്ഷ. മുതിർന്നവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോരക്ഷ. അപ്പം വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ രക്ഷിക്കുക, മുതിർന്നവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുക അല്ലേ? അപ്പോൾ വയസ്സായിട്ടുള്ള രക്ഷിക്കാൻ വേണ്ടി രക്ഷ. 45ാമത്തെ വയലാർ അവാർഡ് നേടിയത് ബെന്യാമിനാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പോൾ ഇതേപോലെയുള്ള ലിറ്റററി അവാർഡ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോഡ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ സ്വകാര്യ കമ്പനികളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഈ പോയിന്റ് ഒന്ന് കേട്ടുപോവാ കേട്ടോ. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2021 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയിട്ടുള്ളത് ആരൊക്കെയാണ്? 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രിസ്റ്റ്, ഹിതോ ഇംബൻസ്. സാമ്പത്തികം എന്നൊക്കെ പറയുമ്പോൾ, ഫിനാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ATM കാർഡ് ആലോചിക്കാമല്ലോ അല്ലേ? അപ്പോൾ കാർഡ്, അതുപോലെ തന്നെ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾ ബെൻസ് വാങ്ങുമെന്ന് ആലോചിക്കാം. അപ്പോൾ ഇംബൻസ് കിട്ടി. ഡേവിഡ് കാർഡും ഹിതോ ഇംബൻസും. ഇനി കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ ആംഗ്രി ആവും, നമുക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. ജോഷുവ ആംഗ്രിസ്റ്റ്. അടുത്ത പോയിന്റ് നോക്കാം. 2021 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 101 2021. ഓക്കെ, 2021 101 വേണമെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം. മൊത്തം 116 രാജ്യങ്ങളുണ്ട് കേട്ടോ. 2020 94ാമത്തെ പൊസിഷനാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കാലാവധി 2 വർഷം. ഇത് നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കയറ്റിയതാണ്. അതൊന്ന് കേട്ടുപോയിക്കോളൂ. ഇന്ത്യൻ മനുഷ്യാവകാശ കൗൺസിൽ ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കാലാവധി എത്രയാണ്? 2 വർഷമാണ്. അടുത്ത പോയിന്റ് നോക്കാം. അംഗത്വം മുമ്പ് ഉപേക്ഷിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചെത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? USA ആണ് കേട്ടോ. അംഗത്വം മുമ്പ് ഉപേക്ഷിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചെത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? USA. 51ാമത്തെ സംസ്ഥാന ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു. 51ാമത്തെ കേട്ടോ.
മികച്ച നടൻ ജയസൂര്യ ആണ്. മികച്ച നടി അന്നാബെൻ. മികച്ച ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ ശിവ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. 51 അല്ലേ? 51 എന്ന് പറയുമ്പോൾ ആ 1 നമ്മൾ ഫസ്റ്റ് പൊസിഷനിലേക്ക് ആവാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജയിക്കുക എന്നല്ലേ. അപ്പോൾ 51 എന്ന് പറയുമ്പോൾ ജയസൂര്യ വെച്ചിട്ട് തന്നെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ജയം ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ജയസൂര്യയുടെ ഒപ്പമുള്ള ആൾക്കാരെയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് 51 ആണോ 52 ആണോ എന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് കേട്ടോ. അപ്പോൾ ജയസൂര്യ മികച്ച നടൻ, മികച്ച നടി അന്നാബെൻ ആണ്. മികച്ച ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അപ്പോൾ അതും വേണമെങ്കിൽ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ഫസ്റ്റ് ആയി, ഇപ്പോൾ ഫസ്റ്റ് ആവാന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് അല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് കേട്ടോ. മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ ശിവ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. 51ാമത്തെയാണ് ഈ പറഞ്ഞിട്ടുള്ള അല്ലാതെ. ഓക്കെ, അപ്പോൾ മികച്ച നടൻ ജയസൂര്യ, മികച്ച നടി അന്നാബെൻ, മികച്ച ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ ശിവ. അടുത്ത പോയിന്റ്, ഗ്രാമങ്ങളെ പച്ചക്കറി സ്വയം പര്യാപ്തമാക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? അഗ്രി ന്യൂട്രി ഗാർഡൻ ആണ് കേട്ടോ. ഏതാണ്? അഗ്രി ന്യൂട്രി ഗാർഡൻ. അടുത്തിടെ എയർ ഇന്ത്യയെ ലേലത്തിലൂടെ സ്വന്തമാക്കിയ സ്വകാര്യ മേഖലാ കമ്പനി ഏതാണ്? ടാറ്റ സൺസ് ആണ്. അടുത്തിടെ എയർ ഇന്ത്യയെ ലേലത്തിലൂടെ സ്വന്തമാക്കിയിട്ടുള്ള സ്വകാര്യ മേഖലാ കമ്പനി ഏതാണ്? ടാറ്റ സൺസ്. വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള പകൽ വീടുകൾ അറിയപ്പെടുന്നത് സ്വയം പ്രഭ. എന്താണ്? സ്വയം പ്രഭ. ഓക്കെ, വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള പകൽ വീടുകളാണ് സ്വയം പ്രഭ എന്ന് പറയുന്നത് കേട്ടോ. വൃദ്ധസദനങ്ങളുടെ സൗകര്യങ്ങളും സേവനങ്ങളും ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സ് ഹോം ആണ് കേട്ടോ. സെക്കൻഡ് ഇന്നിങ്സ് ഹോം. വൃദ്ധസദനങ്ങളുടെ സൗകര്യങ്ങളും സേവനങ്ങളും ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി ഏതാണ്? സെക്കൻഡ് ഇന്നിങ്സ് ഹോം. അടുത്ത പോയിന്റ്, 2021 സമാധാന നൊബേൽ പുരസ്കാരം നേടിയവർ ആരൊക്കെയാ? മരിയ റസ, ദിമിത്രി മുറോഡോവ്. അപ്പോൾ മരിയ റസ ഫിലിപ്പൈൻസ് ആണ്, ദിമിത്രി മുറോഡോവ് റഷ്യയാണ്. അപ്പോൾ സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. അതുപോലെ തന്നെ മിത്രങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ സമാധാനം കിട്ടുമെന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മരിയ റസ, ദിമിത്രി മുറോഡോവ്. ഓക്കെ, അപ്പോൾ മിത്രങ്ങളുടെയൊക്കെ ഒരു റഷ് ആണെന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ റഷ്യയാണെന്നും കൂടെ ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റും. അടുത്ത പോയിന്റ് നോക്കാം. മഴയിലും കാറ്റിലും കൃഷിനാശം ഉണ്ടായവർക്ക് കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടൽ വഴി നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എയിംസ് എന്ന് പറയുന്നത് എന്താണ്? എയിംസിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അഗ്രികൾച്ചറൽ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ്? അഗ്രികൾച്ചറൽ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ 100% ജൈവ കൃഷി എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചതിന് ശേഷം പിൻവലിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീലങ്ക. 2021 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഗ്ലാസ്കോ ആണ്, സ്കോട്ട്ലാൻഡിലെ കേട്ടോ. ഗ്ലാസ്കോ. 2021 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഗ്ലാസ്കോ. കാലാവസ്ഥയൊക്കെ മാറുന്നത് നമുക്കൊരു ഗ്ലാസ്സിൽ കൂടെ ഒക്കെ നോക്കിയാൽ നമ്മുടെ വീട്ടിലെ വിൻഡോയിലെ ഗ്ലാസ്സിൽ കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഗ്ലാസ്കോ, സ്കോട്ട്ലാൻഡ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 67ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് 2019 കേട്ടോ. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ടു പോവാം കേട്ടോ, കാരണം നമ്മുടെ PSCയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മികച്ച ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം, പ്രിയദർശൻ്റെ ആണ്. മികച്ച നടൻ മനോജ് വാജ്പേയി, ധനുഷും ഉണ്ട് കേട്ടോ. മനോജ് വാജ്പേയും ധനുഷും ഉണ്ട്. മികച്ച നടി കങ്കണ റണാവത്താണ്. മികച്ച സഹനടി പല്ലവി ജോഷി. മികച്ച സഹനടൻ വിജയ് സേതുപതി. മികച്ച സംവിധായകൻ സഞ്ജയ് പുരൻ സിംഗ്. മികച്ച കുട്ടികളുടെ സിനിമ കസ്തൂരി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച കുട്ടികളുടെ സിനിമ കസ്തൂരി. അപ്പോൾ ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ്. മികച്ച ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മികച്ച നടൻ മനോജ് വാജ്പേയി, ധനുഷും. മികച്ച നടി കങ്കണ റണാവത്ത്. മികച്ച സഹനടി പല്ലവി ജോഷി. മികച്ച സഹനടൻ വിജയ് സേതുപതി. മികച്ച സംവിധായകൻ സഞ്ജയ് പുരൻ സിംഗ്. മികച്ച കുട്ടികളുടെ സിനിമ ഏതാണ്? കസ്തൂരിയാണ് കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രം ഏതാ? വാട്ടർ ബാരിയലാണ് കേട്ടോ. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രം ഏതാണ്? വാട്ടർ. മികച്ച മലയാള ചിത്രം കള്ളനോട്ടം. അത് പഠിച്ചോളൂ. മികച്ച മലയാള ചിത്രം കള്ളനോട്ടം. മികച്ച ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിക്കിമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഏതാണ്? സിക്കിം. അപ്പോൾ നമുക്ക് ഈ സിക്കൊക്കെ വരുമ്പോണ്ടല്ലോ, അസുഖമൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫിലിമൊക്കെ കണ്ടിരിക്കുമല്ലോ റെസ്റ്റൊക്കെ എടുത്ത്. അപ്പം മികച്ച ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഏതാണ്? സിക്കിം. ജൂറി ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ N. ചന്ദ്രയാണ് കേട്ടോ. ആരാണ്? N. ചന്ദ്ര. അടുത്ത പോയിന്റ് നോക്കാം. ചലച്ചിത്ര സംഭാവനയ്ക്കുള്ള 2019 51ാമത്തെ ദാദാസാഹിബ് അവാർഡ് നേടിയിട്ടുള്ളത് രജനീകാന്ത് ആണ്. ആരാണ്? രജനീകാന്ത്. അടുത്ത പോയിന്റ് നോക്കാം. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി 64,000 കോടി രൂപയുടെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി കേട്ടോ. അതൊന്ന് കേട്ടുപോവാ. IPL സീസണിൽ പുതുതായിട്ട് ഉൾപ്പെട്ട ടീമുകൾ ഏതൊക്കെയാണ്?
അഹമ്മദാബാദും ലക്നൗ ആണ് കേട്ടോ. IPL സീസണിൽ പുതുതായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണ്? ഒന്ന് അഹമ്മദാബാദും ഒന്ന് ലക്നൗ. അപ്പം ലക്നൗ ലക്കിയായി എന്നൊക്കെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ അഹമ്മദാബാദാണ്, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, അഹമ്മദാബാദ്. സൗരയൂഥ പിറവിയുടെ രഹസ്യങ്ങൾ അറിയാൻ നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകം ഏതാണ്? ലൂസിയാണ്. ഓക്കെ, സൗരയൂഥ പിറവിയുടെ രഹസ്യങ്ങൾ അറിയാൻ നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലൂസി എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലസ് 5 റോക്കറ്റ് ആണ് കേട്ടോ, അറ്റ്ലസ് 5 റോക്കറ്റ്. വിക്ഷേപണ സ്ഥലം കേപ്പ് കനാവറൽ ഫ്ലോറിഡയിലാണ് കേട്ടോ, കേപ്പ് കനാവറൽ ഫ്ലോറിഡ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സൗരയൂഥ പിറവിയുടെ രഹസ്യങ്ങൾ അറിയാൻ നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകം ലൂസിയാണ്. വിക്ഷേപണ വാഹനം അറ്റ്ലസ് 5 റോക്കറ്റ് ആണ്. വിക്ഷേപണ സ്ഥലം കേപ്പ് കനാവറൽ ഫ്ലോറിഡയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. പുന്നപ്ര വയലാർ സമരത്തിന്റെ 75ാം വാർഷികമാണ് കേട്ടോ. എത്രാമത്തെ വാർഷികമാണ്? 75ാം വാർഷികമാണ് 2021 ആചരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 75. ഇനി എന്നായിരുന്നു പുന്നപ്ര വയലാർ സമരം? 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ അല്ലേ. അടുത്ത പോയിന്റ് നോക്കാം. സാഹസിക ടൂറിസം മേഖലയിൽ സുരക്ഷിതത്വം ഗുണനിലവാരവും ഉറപ്പിക്കാൻ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. സാഹസിക ടൂറിസം ഏതാണ്? കേരളം. സാഹസിക ടൂറിസം മേഖലയിൽ സുരക്ഷിതത്വം ഗുണനിലവാരവും ഉറപ്പിക്കാൻ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 2021 ഖേൽ രത്നയ്ക്ക് ശുപാർശ ചെയ്യപ്പെട്ട മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PR ശ്രീജേഷ് ആണ്. 2021 ഖേൽ രത്നയ്ക്ക് ശുപാർശ ചെയ്യപ്പെട്ട മലയാളി ആരാണ്? PR ശ്രീജേഷ്. അടുത്ത പോയിന്റ് നോക്കാം. നാവികസേനയുടെ ഭാഗമാകുന്ന റഷ്യൻ നിർമ്മിത തൽവാർ യുദ്ധ കപ്പൽ ഏതാണ്? തുഷീലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ചോദ്യമാണ്. അർത്ഥം സുരക്ഷാ കവചം. നാവികസേനയുടെ ഭാഗമാകുന്ന റഷ്യൻ നിർമ്മിത തൽവാർ ക്ലാസ് യുദ്ധക്കപ്പലാണ് തുഷീൽ കേട്ടോ. റഷ്യൻ നിർമ്മിത തൽവാർ ക്ലാസ് യുദ്ധക്കപ്പൽ ഏതാണ്? തുഷീൽ. അതിൻ്റെ അർത്ഥം എന്താണ്? സുരക്ഷാ കവചം, സുരക്ഷാ കവചം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതിൻ്റെ 90ാം വാർഷികമാണ് ആചരിച്ചിട്ടുള്ളത്. അപ്പം എന്നായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം? 1931 നവംബർ 1 അല്ലേ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ 90ാം വാർഷികം, അതേപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ 75ാം വാർഷികം കേട്ടോ. അപ്പം മാറിപ്പോകണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. കറക്റ്റായിട്ട് ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം അറിയാവുന്ന ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, നാളെ കാണാം. താങ്ക് യു.